തൃശൂർ ചെമ്മണി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ച് നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ 2 ദിവസമായി വീണുകിടന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടെങ്കിലും KCB മുറിച്ചു മാറ്റിയില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതോടെ വനം വകുപ്പ് ഖാദറിനെ വിളിച്ച് മരം മുറിക്കുകയായിരുന്നു. മരം മുറിക്കുന്ന സമയത്ത് വൈദ്യുത കമ്പികൾ അഴിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടെങ്കിലും അത് ചെയ്തില്ലെന്നും നാട്ടുകാർ പറയുന്നു. ശക്തമായ മഴയിൽ കഴിഞ്ഞ ദിവസമാണ് ചെമ്മണി ഡാമിന് സമീപമുള്ള ഈ വലിയ മരം താഴോട്ട് പതിച്ചത്. KCBയുടെ വൈദ്യുതി ലൈനിന് മുകളിലാണ് ഇത് പതിച്ചത്. കഴിഞ്ഞ ദിവസമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഖാദർ എന്ന പ്രദേശവാസിയെ ഇവിടെ കൊണ്ടുവന്ന് ഈ മരം മുറിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചത്. അദ്ദേഹം ജോലി ചെയ്യുന്നതിനിടയിൽ മരത്തടി വലിയ ശക്തിയോടുകൂടി ദേഹത്തേക്ക് പതിക്കുകയും ഖാദർ മരിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, KCB ഉദ്യോഗസ്ഥർ ഈ മരം മുറിക്കുന്നതിനിടെ ഈ വൈദ്യുതി കമ്പി അറുത്തു മാറ്റാനോ അഴിച്ചു മാറ്റാനോ സഹായിച്ചില്ല. അങ്ങനെ ഒരു ആവശ്യം പലതവണ ഉന്നയിച്ചിട്ടും അവരത് ചെയ്തില്ല എന്നുള്ളതാണ്. വനം വകുപ്പും ഇക്കാര്യത്തിൽ ഒരു നിർബന്ധം പുലർത്താതെ ഇത് അഴിച്ചു മാറ്റാതെ തന്നെ ജോലി ചെയ്യിച്ചതുകൊണ്ട് ഇത്തരത്തിൽ, അതായത് കൃത്യമായി മരം മുറിക്കാൻ കഴിയാതെ വരികയും അദ്ദേഹത്തിന് മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. വലിയ പ്രതിഷേധം ഈ സംഭവത്തിൽ ഇവിടെയുണ്ട്. എന്ത് തെറ്റാണ് ഉദ്യോഗസ്ഥർ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്? ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ ലൈൻ കമ്പി അഴിച്ചു മാറ്റാത്തത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായതും ഈ ഖാദർ മരിക്കാനിടയായതും. അപ്പോൾ ഈ അനാസ്ഥ അവസാനിപ്പിക്കണം. വെച്ചാൽ ഖാദറിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം. ഇപ്പോൾ ഇന്നലെ സ്ഥലം MLA ഇന്നലെ വന്നിട്ടില്ല. പക്ഷേ ഫോൺ എടുക്കാൻ പോലും MLA തയ്യാറായിട്ടില്ല. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും MLAയുടെ കുറച്ച് അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളും തന്ന ഉറപ്പിലാണ് ഇന്നലത്തെ പ്രതിഷേധ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചത്. അപ്പോൾ MLA ഇവിടെ വന്ന് ഈ കാര്യത്തിന് ഒരു ഉറപ്പ് തരണം. ഈ മരിച്ച ഖാദറിൻ്റെ കുടുംബത്തിന് നീതി നടപ്പിലാക്കണം. അവർക്ക് ജോലി ഉൾപ്പെടെയുള്ള മക്കളുടെ ഭാവി വിദ്യാഭ്യാസ ചെലവ് ഉൾപ്പെടെയുള്ള എല്ലാ കുടുംബത്തെ തന്നെ സർക്കാർ ദത്തെടുക്കണം. അത്രയ്ക്കും ദയനീയ അവസ്ഥയിലാണ് ഈ ഖാദറിൻ്റെ കുടുംബം. കാരണം ഇവിടെയുള്ള ഈ എച്ചിപ്പാറ, ഈ ചിമ്മിടാൻ പ്രദേശത്തെ എല്ലാ കാര്യങ്ങൾക്കും, ഏതൊരാവശ്യത്തിനും, ഏത് അത്യാഹിത ഘട്ടത്തിലും ഈ പ്രദേശത്ത് ഒന്നാമനായി ഓടിയെത്തുന്ന നല്ലൊരു മനസ്സുള്ള ചെറുപ്പക്കാരായിരുന്നു ഖാദർ. അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ വന്ന അനാസ്ഥ KCB അതുപോലെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം. ഈ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട പ്രതികരണം എന്ന് പറഞ്ഞാൽ KCB ഈ കമ്പി അഴിച്ചു മാറ്റാനായിട്ട് തയ്യാറായില്ല. എന്താണെന്ന് വെച്ചാൽ ഈ മരം വീണ് കിടക്കുന്നത് ഇതിന് തല ഈ ഭാഗത്തായിരുന്നു, ഈ പ്രദേശത്തായിരുന്നു. ഒരു കാരണവശാൽ ഈ കമ്പിയിൽ ലോഡായിട്ടില്ല. അങ്ങനെ ലോഡായിരുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ റബ്ബർ മരം വീണ അവർ ഒടിയുന്ന പോസ്റ്റാണ്. ഈ പോസ്റ്റിനൊന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് ഈ കമ്പി അഴിച്ചു കൊടുക്കാമായിരുന്നു. ഈ അഴിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കില്ല. വളരെ വലിയ അനാസ്ഥയാണ്. രാവിലെ മരം വീണത് അവരെ അറിയിച്ചിട്ട് വൈകിട്ട് 5 മണിയായപ്പോൾ 2 ലൈൻമാൻമാരെ വന്ന് നോക്കി. അവർ നോക്കിയിട്ട് ഇത്രയും വലിയ മരം ഒരു ഫയർഫോഴ്സിനെ കൊണ്ടുവന്ന് മുറിപ്പിക്കേണ്ട ഈ മരം ഇവിടെയുള്ള ഒരു സാധാരണ ടാപ്പിംഗ് തൊഴിലാളിനെ വിളിച്ചിട്ട് ഈ മരം മുറിപ്പിച്ചു. വനംവകുപ്പും ഒന്നും ചെയ്തില്ല. വനവകുപ്പാണ്, ഇദ്ദേഹം പനിച്ചു കിടക്കായിരുന്നു വീട്ടിൽ. ഇദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുവന്ന് വനവകുപ്പാണ് ഈ മരം മുറിപ്പിച്ചത്. വനവകുപ്പാണ് മരം മുറിപ്പിച്ചത്. വേണ്ട സുരക്ഷ ഇല്ലാതെ ഇവിടെ ഉള്ള ആൻറ്റിപ്പോച്ച് വാച്ചർമാരെ മാത്രം കൂട്ടുവിട്ടിട്ട് ഈ മരം മുറിപ്പിച്ച്. അവരുടെ അനാസ്ഥയാണ് ശരിക്കും മരണത്തിന് കാരണം. അവരുടെ കുടുംബത്തിനെ സർക്കാർ ഏറ്റെടുക്കണം. 3 പിഞ്ചു മക്കളാണ് അവർക്കുള്ളത്. സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം. അപ്പോൾ ഈ പ്രതിഷേധം ഇതിലൊരു നടപടി ഉണ്ടാകുന്നത് വരെ തീരില്ല. പ്രതിഷേധം ശക്തമായിട്ട് തുടരും. കുടുംബത്തിലൊരാൾക്ക് ജോലി കൊടുക്കണം. അതുപോലെ 3 മക്കളാണ്. ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ഇന്നലെ ഈ മരണത്തിലൂടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത്. അപ്പോൾ കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി കൊടുക്കണം. 3 മക്കളുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് എല്ലാം സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങളുടെ ശക്തമായ ആവശ്യം. അതുവരെ ഞങ്ങൾ ശക്തമായി തന്നെ ഇതിൽ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്നലെ രാത്രിയും നിങ്ങൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചിരുന്നു അല്ലേ KCBയുടെ? എങ്ങനെയാണ് പിന്നെ അവസാനിപ്പിച്ചത്? അവസാനം MLA വന്നിട്ട് തിരുവനന്തപുരത്താണ് ആൾ വന്നതിന് ശേഷം തീരുമാനം ഉണ്ടാക്കാം, 2 ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. പക്ഷേ നമ്മളുടെ പ്രതിഷേധം എന്തായാലും നിലയ്ക്കില്ല ഇവിടെ. കാരണം നിങ്ങൾ വന്ന് കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ ആ കമ്പി അഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ സുഹൃത്ത് നമ്മുടെ കൂടെ ജീവനോടെ ഉണ്ടായേനെ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള തർക്കങ്ങളല്ല നമ്മുടെ ആവശ്യം. ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനൊരു മാർഗം ഗവൺമെൻറ് കണ്ടേ തീരൂ. എന്നാലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ഒരു ജീവൻ പൊലിഞ്ഞു. ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാവണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ചെമ്മണി ഡാമിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.